തീർച്ചയായും പഞ്ചാബ് ചതുഷ്കോണ മത്സരം നടക്കുന്ന വളരെ കൗതുകകരമായ, അതായത് നമ്മൾ ഡൽഹിയെ കുറിച്ച് പറഞ്ഞു വളരെ മുമ്പ് തന്നെ സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി സഖ്യരൂപത്തിൽ ആണെങ്കിൽ നേർക്കുനേർ പോരാടുന്ന ഇന്ത്യ മുന്നണി 8 മുതൽ 10 വരെ സീറ്റ്. അതെ, ഇന്ത്യ മുന്നണി 8 മുതൽ 10, NDA 2 മുതൽ 4. അവിടെയും നഷ്ടമില്ല എന്ന് വേണം കരുതാൻ. 2 മുതൽ 4 വരെ NDAക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ നഷ്ടമല്ല. പഞ്ചാബിൽ അവർക്ക് വലിയ പ്രതീക്ഷകൾ ഇല്ലാതിരുന്ന ഇടമാണ്. പ്രധാനമന്ത്രിക്ക് അവിടെ പ്രചരണത്തിന് പോലും കർഷകരുടെ പ്രതിഷേധം നേരിടേണ്ടി വന്ന ഇടമാണ്. MP-മാർക്ക് ഉൾപ്പെടെ പ്രതിഷേധം നേരിടേണ്ടി വരുന്നത് 2 മുതൽ 4 വരെ സീറ്റ് അവർ പിടിക്കുന്നു. ശിരോമണി അകാലിദൾ അടക്കം മത്സരിക്കുന്ന ഒരു സ്ഥലം, ചതുഷ്കോണ മത്സരം. മാത്രമല്ല 4 നൂറ്റാണ്ടിന് ശേഷമാണ് ആ സഖ്യം പിരിയുന്നത്. 25 വർഷം ഒരുമിച്ചായിരുന്നു. ഈ ഇന്ത്യ സഖ്യം 8 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ അത് ആം ആദ്മിയും കോൺഗ്രസും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ്. കാരണം SID മാറിയ ശേഷം മത്സരിക്കുന്ന NDA 2 മുതൽ 4 വരെ, കഴിഞ്ഞ തവണ 2 കിട്ടിയ സാഹചര്യത്തിലാണ് 2 തൊട്ട് 4 വരെ എന്നുള്ളൊരു കണക്ക്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ തന്നെ അത് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുക എന്നതാണ് നമുക്ക്. പക്ഷേ NDA 2 തൊട്ട് 4 വരെ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ തിരിച്ചടി അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് മോദി വേദി ഇപ്പോഴും ഉണ്ട് എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. അവിടെ 8 മുതൽ 10 വരെ പഞ്ചാബിൽ കിട്ടുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചാൽ കോൺഗ്രസ് പഞ്ചാബിൽ ഒരു തിരിച്ചുവരവിന്റെ ഒരു പാതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, ആ സമയത്ത് കൂടിയാണ് ഇത് വരുന്നത്. നമുക്ക് തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരുന്നു AAPയെ സംബന്ധിച്ചിടത്തോളം 2 സംസ്ഥാനങ്ങളാണ് അവരുടെ പ്രസ്റ്റീജ് സംസ്ഥാനങ്ങൾ എന്നത്. അതിലൊന്ന് ഡൽഹിയും മറ്റൊന്ന് പഞ്ചാബുമാണ്. കാരണം ഈ 2 സംസ്ഥാനങ്ങളിലും അധികാരത്തിലാണ് ഇരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ തെരഞ്ഞെടുപ്പിലുണ്ടായി തിരിച്ചടിയിൽ നിന്ന് കരകയറുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് റോഡിയുടെ അവിടെ CPM ഒക്കെ മത്സരിച്ചിടമുണ്ട്. ഈ അതേഴ്സിലെ ഒന്ന് ഏതാണ് എന്നുള്ളത് എക്സിറ്റ് പോളിന്റെ വിശദമായ ഫലങ്ങൾ വരുമ്പോൾ മാത്രമാണ്. ഇവിടെ അഭിലാഷ്, ഈ 8 മുതൽ 10 വരെ ഒരു സാധ്യതയിലും പറ്റത്തില്ല. പ്രാദേശിക സാഹചര്യങ്ങൾ വളരെ വിരുദ്ധമായിരുന്നു. ഒരുപക്ഷെ ഒരുമിച്ച് നിന്നാൽ ഇവർക്ക് കുറച്ചുകൂടി നേട്ടം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിനൊരു സാധ്യതയും ഇല്ലാത്ത ഇടം കൂടിയായിരുന്നു പഞ്ചാബ്. ശക്തി തെളിയിക്കുക എന്നതായിരുന്നു ഓരോരുത്തരുടെയും വീറും വാശിയും. നമുക്ക് റോണിയോട് ചോദിക്കാം. റോണി, ഇതിലിപ്പോൾ 8 മുതൽ 10 വരെ ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ അത് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുക എന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ നിലനിർത്താൻ സാധിക്കുമോ? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണല്ലോ AAPയുടെ ഒരു പടയോട്ടം തന്നെ. ഞങ്ങൾ പഞ്ചാബില് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ തല്ലുണ്ടാക്കി വഴക്കുണ്ടാക്കി സഖ്യം ഉണ്ടാക്കാതിരുന്നതല്ല. ഞങ്ങൾ ഒരു ടാക്ടിക്കൽ ഒരു ഡിസിഷനാണ്. കാരണം അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിരുദ്ധ വോട്ടുകൾ അത് ഒന്നെങ്കിൽ BJPയിലേക്കോ അകാലിദളിലേക്കോ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഒന്നാം പാർട്ടിയും 2ാം പാർട്ടിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നിൽക്കുമ്പോൾ ഞങ്ങൾ ഒന്നിക്കേണ്ട, ഞങ്ങൾ തമ്മിൽ മത്സരിച്ചാൽ മതി എന്നുള്ള ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ നിന്നത്. ഒരു പ്രതികൂല സാഹചര്യങ്ങൾ 10 സീറ്റിന് താഴേക്ക് പോകാൻ പോകുന്നില്ല. കാരണം ഇവിടെ പറഞ്ഞ 3 സീറ്റ് അത് NDA സഖ്യത്തിൽ BJPക്കല്ല കിട്ടാൻ പോകുന്നത്, അത് അകാലിദളിനാണ്. അകാലിദളിന് 1-2 സീറ്റ് അവിടെ കിട്ടും. കാരണം അവരുടെ ട്രഡീഷണൽ സ്ട്രോങ് ഹോൾഡറുണ്ട്. അകാലിദളിന്റെ കോട്ട ആയിട്ടുള്ള 1-2 സീറ്റുകളുണ്ട്. അത് നിഷേധിക്കുന്നില്ല. അതൊഴിച്ച് ഞങ്ങൾ ഒരിക്കലും അത് 10 സീറ്റിന് പുറത്തു പോകുന്നില്ല. അവിടെ ഏറ്റവും നേരത്തെ ഉണ്ടാക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും. അത് ഇന്ത്യ മുന്നണിക്ക് സീറ്റിന് മുകളിലേക്ക് കിട്ടാൻ പോകുന്ന സ്റ്റേറ്റ് ആയിരിക്കും പഞ്ചാബ്. BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല. 1-2 സീറ്റ് അകാലിദളിനായിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത്. അതാണ് അവിടുത്തെ അതാണ് റോണിയുടെ വിശദീകരണം. അവിടെ കൃഷ്ണദാസ്, സ്വാഭാവികമായും BJP വലിയ എതിർപ്പുകൾ നേരിടുന്ന സംസ്ഥാനം തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. കാരണം ഡൽഹിയിലാണ് കർഷക പ്രക്ഷോഭമെങ്കിലും അവിടേക്ക് എത്തുന്ന കർഷകരിൽ ബഹുഭൂരിപക്ഷവും പഞ്ചാബിൽ നിന്നായിരുന്നു. ഞങ്ങളെ അവിടെ തടഞ്ഞവരെ ഞങ്ങൾ ഇവിടെ തടയും. അതാണ് ഈ വോട്ടെടുപ്പിന്റെ ദിവസങ്ങളിൽ പോലും, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പോലും വലിയ പ്രതിഷേധം നടന്ന ഇടത്ത് നിങ്ങൾക്ക് ആ തിരിച്ചടി വലിയ രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്നില്ല. 4 വരെ സീറ്റ് ഉണ്ട് എന്ന ഒരു സാഹചര്യം ആശ്വാസം നൽകുന്നതാണ്. പഞ്ചാബ് കഴിഞ്ഞ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ച് അകാലിദളുമായിട്ട് ആണെങ്കിലും ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളാണെങ്കിലും, കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വിട്ടുപോയി BJPക്കൊപ്പം വന്ന സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കർഷക സമരത്തെ ഒരു സമയത്ത്
കർഷക സമരത്തെ ഒരു സമയത്ത് ഡൽഹിയിൽ ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത ആളുകൾ അവരിന്ന് കോൺഗ്രസിന്റെ കൂടി ഇല്ല. അപ്പൊ പഞ്ചാബിലെ രാഷ്ട്രീയം കുറച്ച് ഇളകി മറിഞ്ഞു കിടക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിലേത് ഉഴുതുമറിക്കപ്പെട്ട ഒരു രാഷ്ട്രീയമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി. അതിൽ ആർക്ക് അനുകൂലമാകും എന്നുള്ളത്, പ്രത്യേകിച്ച് ദേശീയ ഗവൺമെന്റിന്റെ സുശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാടിൽ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാകുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പോട് അടുത്തു വരുന്ന സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ കുറച്ചൊന്നുമല്ല അവരെ അലോസരപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ എല്ലാം പ്രതിഫലനം ഉണ്ടാകും. അതിന്റെ ഇപ്പൊ എത്ര സീറ്റ് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും പഞ്ചാബിൽ ബിജെപിക്ക് രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ വോട്ടിംഗ് പെർസെന്റേജിന്റെ കാര്യത്തിലും ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനമല്ല പഞ്ചാബ്. റോണിയോട് ഒരു ചോദ്യം. റോണി, ഇതിനകത്ത് ഭഗവന്ത് മന്നനോട് ആ സർക്കാരിനോട് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഒരു വശത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു പുതിയ ഒരു പാതയിലേക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിലാണ് 8 തൊട്ട് 10 വരെ എന്ന് പറയുമ്പോഴും കൂടുതൽ ഒരു സിംഹഭാഗം കോൺഗ്രസിൻ്റെതായിരിക്കും. കോൺഗ്രസിന് ഈ തിരിച്ചടികളിൽ നിന്ന് പുതിയൊരു വഴിയിലേക്കായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളിലെങ്കിലും നിങ്ങൾക്കുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. കാരണം 2014, 2019, 2009 ആ 3 ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാലും കോൺഗ്രസിന് ഒരിക്കലും പുറകോട്ട് പോകാതെ മുന്നോട്ട് മാത്രം എന്നൊരു സ്റ്റേറ്റ് ആണ് പിന്നെ ഈ പറയുന്ന പഞ്ചാബ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് അത് പ്രാദേശികമായ കുറെ വിഷയങ്ങള് സിദ്ധുവും ചെന്നിയുമായിട്ടുണ്ടായിട്ടുള്ള കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അതുകൊണ്ട് വന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ട് ചെന്നിയെ മുഖ്യമന്ത്രി ആയപ്പോൾ ഉണ്ടായ വിഷയങ്ങൾ, അങ്ങനെ ഞങ്ങൾക്കൊരു ക്ഷീണം സംഭവിച്ചാണ് കഴിഞ്ഞ ഈ പറയുന്ന നിയമസഭാ ഇലക്ഷന്. പ്രാവശ്യം ഞാൻ പറയുന്നത് കൃത്യമായി തന്നെ കോൺഗ്രസ് ആയിരിക്കും ഒന്നാം കക്ഷി, ആം ആദ്മി പാർട്ടി രണ്ടാമതും. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞോട്ടെ, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് ഈ 3 സ്റ്റേറ്റുകളുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ട്രെൻഡ് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജാട്ട കർഷകർ അടങ്ങുന്ന ഉള്ളതാണ് ഈ 3 സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അവിടെ വന്നിരിക്കുന്ന കൃത്യമായ സൂചന ബിജെപിക്ക് എതിരാണ്. അത് രാജസ്ഥാൻ ആയിക്കോട്ടെ, ഹരിയാന ആയിക്കോട്ടെ, പഞ്ചാബ്. അത് കൃത്യമായി തന്നെ ഞങ്ങളുടെ അസസ്മെന്റ് തന്നെ ആണ് ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. രാജ്യ തലസ്ഥാനവുമായി ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ വരുന്നത് ഫലത്തോട് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ രാജ്യത്തിലെ സാഹചര്യം എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് നൽകുന്നതാണ് നമ്മൾ ഇപ്പോൾ പങ്കുവെച്ച ഫലം വരുന്നത് വരെ ആത്മവിശ്വാസം നൽകുന്നതാണ് അവരെ സംബന്ധിച്ച്. ഇന്ത്യ മുന്നണിക്ക് അത്ര സുഖകരമായിട്ടുള്ള റിസൾട്ടുകളല്ല.